ഹലോ, ഇന്ന് നമ്മളൊരു 3 ഫ്ലേവർ വെച്ചിട്ടുള്ളൊരു കേക്കാട്ടോ ചെയ്യുന്നത്. സംഭവം ഇച്ചിരി വെറൈറ്റിയാണ് എങ്കിലും ഞാനിത് കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കേക്കാണ് കേട്ടോ. ഒന്നിൽ നമ്മുടെ കയ്യിൽ സ്ട്രോബെറി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പിസ്ത ഉണ്ടാവത്തില്ല. അപ്പം ഇത് ചെയ്തപ്പോഴും ഇത് രണ്ടും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജുവാൻസ് റെയിൻബോ കേക്കാണ് കേട്ടോ. സാൾട്ട് ആൻഡ് പെപ്പർ മൂവിയിൽ പറയുന്ന ജുവാൻസ് റെയിൻബോ കേക്ക്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ബേസ്, ഈ 3 ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത്. ഒന്ന് സ്ട്രോബെറി, പിന്നെ ഒന്ന് പിസ്ത, ലാസ്റ്റ് വരുന്നത് ഓറഞ്ച്. അപ്പോൾ ഈ 3 ഫ്ലേവറിൻ്റെ ബേസ് നമ്മൾ ആദ്യം ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ക്രീം വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രോബെറിയുടെ ക്രഷ് റെഡിയാക്കി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അത് റെഡിമെയ്ഡ്, അതായത് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്ട്രോബെറിയുടെ ക്രഷാട്ടോ, റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്ന സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പിസ്തയുടെ ബേസ് വെച്ച് കൊടുത്തു, ക്രീം ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ നമ്മൾ പിസ്തയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ പിസ്തയും അവൈലബിൾ അല്ലായിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ പിസ്തയുടെ ക്രഷാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാനിത് റെഡിയാക്കണമെന്ന് വിചാരിച്ചിരുന്നിരുന്ന് ഒന്നും ശരിയായില്ല കേട്ടോ. അതാ പിന്നെ ഉള്ളതുപോലെ ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതങ്ങ് റെഡിയാക്കുന്നത്. പക്ഷേ ഇങ്ങനെ വെച്ചിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷായിട്ട് ചെയ്യുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും, അതിനപ്പം കുറച്ചുകൂടി റേറ്റ് ആകും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് ക്രഷ് വെച്ചിട്ടും ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് സ്ട്രോബെറി വാങ്ങിയിട്ട് സ്ട്രോബെറിയുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണോ കസ്റ്റമറിന് വേണ്ടത് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ലാസ്റ്റ് വന്നിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഓറഞ്ചിൻ്റെ ബേസാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു ബേസാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഓറഞ്ചിൻ്റെ ബേസ് തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഏകദേശം ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് എടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 4 സൈഡും, ഇത് സ്ക്വയർ ആയതുകൊണ്ട് 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കും. കാരണം ഇതിൻ്റെ ആ ലെയേഴ്സ് ഇങ്ങനെ കാണുന്നതാട്ടോ അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ ഭംഗി. അപ്പോൾ ഞാൻ ഇതിങ്ങനെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് താഴെ ഇട്ടിരുന്ന ബേസ് എന്ത് ചെയ്യുന്ന ആരും ചോദിക്കരുത്, വൈറ്റ് കളറ്. അത് ഞാൻ എടുത്തുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ചോക്ലേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഉറുമ്പ് വരുമല്ലോ, അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേട്ടോ അത് ഇതിൽ കാണാത്ത. അപ്പം ഡെക്കറേഷനായിട്ട് നമ്മൾ ഓറഞ്ച് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതാട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സിൽവർ കളറ് പേൾസും കൂടെ, ഷുഗർ ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹാപ്പി ആനിവേഴ്സറി അച്ഛ അമ്മ എന്ന് എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് 31ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നേ. ആക്ച്വലി ഈ കേക്ക് വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഉണ്ടാക്കിയത് കേക്കാട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത വീട്ടിലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജുവാൻസ് റെയിൻബോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.